നീലക്കൊടുവേലിയുടെ കാവൽക്കാരി മലയാളത്തിൽ പ്രസിദ്ധീകരിക്കാനായിട്ട് കൊടുത്തു എന്നുള്ളതല്ലാതെ നമ്പൂതിരി മാഷിൻ്റെ ഇല്ലുസ്ട്രേഷനോടുകൂടി അത് വരും എന്നൊന്നുള്ള ഒരു പ്രതീക്ഷ, അത് അങ്ങനെ ഒരു വലിയൊരു മഹാഭാഗ്യമായിട്ടാണ് ഞാനതിനെ കണ്ടത്. ഇങ്ങനെ ഈ ഇല്ലുസ്ട്രേഷൻസോടുകൂടി വരുന്നു. അപ്പോൾ എൻ്റെ ഏതോ ഒരു പൂർവജന്മ പുണ്യം എന്തെങ്കിലും ആയിരിക്കാം അങ്ങനെ ഒരു അവസരം കിട്ടിയെന്ന് ഞാൻ പ്രതീക്ഷിച്ചു. അപ്പോൾ അത് തുടങ്ങി 2-3 ലക്കമായപ്പോഴേക്കും ഒരു സുജാത എന്നാണ് അതിൻ്റെ നോവലിലെ പ്രധാന കഥാപാത്രത്തിൻ്റെ പേര്. അവരുടെ കുട്ടിക്കാലമാണ് ആദ്യമേ. അത് വർണ്ണിക്കുമ്പോൾ അതിൻ്റെ സുജാതയുടെ അമ്മയുടെ പ്രായം ശരിയായില്ല, അപ്പം അമ്മൂമ്മയുടെ പോലെ തോന്നുന്ന. അപ്പോൾ നമ്പൂതിരി മാഷിനെ ഞാൻ വിളിച്ചു, ടെലഫോണിൽ വിളിച്ചിട്ട് ഇത് പറഞ്ഞു. അപ്പോൾ നോവല് ശരിയായിട്ട് വായിക്കാത്തതുകൊണ്ട് പറ്റിയൊരു അബദ്ധമാണ്, ക്ഷമിക്കണം, ഉടനെ അത് മാറ്റാം എന്ന് പറഞ്ഞ് പിന്നെ വന്ന ലക്കത്തിലൊക്കെ അപ്പൊ അതില് പ്രത്യേകിച്ചും സുജാത പോലീസ് വേഷത്തിൽ നിൽക്കുന്ന 1-2 പടമൊക്കെ അധികമായിട്ട് ചേർത്ത് അത് അയച്ചു തന്നിരിക്കുകയാണ്. അപ്പോൾ അത് എൻ്റെ ഒരു ഏറ്റവും വലിയ ഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. അതോ ആ ഇല്ലുസ്ട്രേഷൻസോടുകൂടി, കാരണം 2-ാം ഊഴമൊക്കെ വായിക്കുമ്പം ആ പുസ്തകത്തിൽ ഇല്ലുസ്ട്രേഷൻസ് വരുന്നത് നമുക്ക് ഒരു വലിയൊരു അതിലെ കഥാപാത്രത്തെ ആ ജീവനോടുകൂടി ആ കാലഘട്ടത്തിലെ മനുഷ്യരായിട്ട് നമുക്ക് ഒരുപക്ഷെ സങ്കല്പിക്കാനായിട്ട് അല്പം ബുദ്ധിമുട്ട് വരും. അപ്പോൾ കുറച്ചുകൂടി ചരിത്രബോധമുള്ള നമ്പൂതിരി മാഷ് ഇങ്ങനെ അതിനെ നമുക്ക് ഇല്ലുസ്ട്രേറ്റ് ചെയ്ത് തരുമ്പോൾ ഒരു പ്രത്യേക അനുഭവമാണ്. ആ വായനയ്ക്ക് കുറച്ചുകൂടെ മിഴിവേകുന്ന ഒരു അനുഭവം ഉണ്ടാകുന്നു.